ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ദ ഓൾ ന്യൂ 2025 CB650R. യെസ്, നമ്മുടെ CBRൻ്റെ നേക്കിഡ് വെർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ലുക്സിലാണ് ആദ്യമായിട്ട് മെയിൻ മാറ്റങ്ങൾ സംഭവിച്ചേക്കുന്നത്. അതായത് ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ, ആ നേരത്തെ ഉണ്ടായിരുന്ന ആ റൗണ്ട് ഹെഡ്ലൈറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളൊരു ഹെഡ്ലൈറ്റാണ് വന്നേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ഫോക്സ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ ലുക്സിലുള്ളൊരു മാറ്റം വന്നേക്കുന്നത്. പിന്നെ ഒരു മാറ്റം വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ സെക്ഷനാണ്. കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ടെയിൽ സെക്ഷനാണ്. ഒരു സീറ്റ് കൗളും വെച്ച് ഈ ടെയിൽ ടൈഡി മൂരി കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാരകമാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ 180 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. വലിയ ടയറാണ്. ഫ്രണ്ടിലും 120 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. 240 mm ബാക്ക് ഡിസ്ക്കും അതുപോലെ തന്നെ 310 mm ഡ്യുവൽ ഡിസ്ക്കുമാണ് വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് എൻജിൻ, ഇതൊരു ഒന്നൊന്നര എഞ്ചിനാണ്, ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്. ആ കാണാൻ തന്നെ ഒരു ലുക്കുണ്ട്. ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഡിസൈനിങ് ഹോണ്ടയുടെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. 649cc Inline4 DOHC എഞ്ചിനാണ്. 93 bhp 67 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 5 to 6 bhpയുടെ ഗെയിൻ ഉണ്ട്. അത് മെയിൻ ഒരു ചേഞ്ചാണ്. ഒന്നാമത് ഈ വണ്ടി നമുക്ക് സിറ്റിക്കകത്ത് ഓടിക്കാൻ ഭയങ്കര പെപ്പിയാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. എല്ലാവരും നേരെ വന്നത് CBR ആണ് എടുക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഇത് ഒരു തവണയെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഭയങ്കര ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. കാരണം ഒരു MTയിലൊക്കെ കയറിയിരിക്കുന്ന ഫീലാണ് ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം അത്രയ്ക്ക് ചെറുതാണ്. ഹാൻഡ്ലിംഗ് ഒന്നും ഒരു രക്ഷയില്ല. കാരണം ഇതിന് മുമ്പത്തെ വണ്ടി നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, ബട്ട് ആ ഉടനെ തന്നെ. പിന്നെ 15 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വരുന്നത്, 15.7 to be exact. പിന്നെ 810 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ അതേ മറ്റൊരു മാറ്റം വന്നേക്കുന്നതാണ് 5 ഇഞ്ചിൻ്റെ ഈ ഒരു TFT ഡിസ്പ്ലേ. ഇപ്പോൾ ഈ വണ്ടി ബാറ്ററി കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം വണ്ടി ജസ്റ്റ് വന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, പിന്നെ ന്യൂട്രൽ, നമ്മുടെ ഗിയർ പൊസിഷൻ, പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി കാണിക്കുന്നുണ്ട്. അത് വലിയ കാര്യം, നമ്മുടെ വണ്ടിയിൽ അതില്ലേ. പിന്നെ RPM കാര്യങ്ങൾ. പിന്നെ ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാറ്റതുണ്ടോ, ട്രിപ്പ് A ട്രിപ്പ് B. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഹോണൊക്കെ നമ്മുടെ ഹോൺ തന്നെ, റേഞ്ച്, ഫ്യൂവല്, അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റും. സെറ്റിങ്സ് കണ്ടാ, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങൾ, ജനറൽ എന്തൊക്കെയാണ്, ഡേറ്റ്, ടൈം, ലാംഗ്വേജ്, സർവീസ്, ഫങ്ഷൻ, ഷിഫ്റ്റ് പോയിൻ്റൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ, ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വിച്ച് ഗിയറിലാണ് പിന്നെ ഒരു മാറ്റം വന്നേക്കുന്നത്. പിന്നെ 2 മിറേഴ്സ് വരും. അത് കാര്യങ്ങളൊന്നും പിടിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെയാണ് നമുക്ക് എൻജിൻ കില്ല്, ഹസാർഡ്, സെൽഫ്, ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുഞ്ഞി, അതായത് ഒരു MTക്കകത്തൊക്കെ ഇരിക്കുന്നൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോൾ ഞാൻ പറയാം, സിറ്റി യൂസ് നമുക്ക് ഇച്ചിരി കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ലോങ് റൈഡ്സ് കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ്. നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 24, 25, 26 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് ഈ വണ്ടി സിറ്റിയിൽ സുഖമായിട്ട് കിട്ടും. ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 30+ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ പ്രൈസ് സംവാട്ട് അറൗണ്ട് 11,77,000 എന്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. CBR വരുമ്പോൾ 12.6 വരും ഓൺ റോഡ്. പിന്നെ വണ്ടി ഫുൾ മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഇത് മാറ്റാണ് നമുക്ക്. ഇതും പിന്നെ ഒരു റെഡ് കളറാണുള്ളത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന CBയുടെ, ഇതിന് മുൻപത്തെ മുകളിൽ CBക്ക് ഉണ്ടായിരുന്ന സെയിം കളേഴ്സ് തന്നെയാണ് നമുക്ക് ഇത്തവണയും വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റെഡ് കളറ് സംഭവം മൊത്തം മാറ്റാണ്. ഈ ഒരു ടാങ്ക് മാത്രമേ റെഡ് കളറിൽ വരുന്നുള്ളൂ. ബാക്കി അതും ഇതും സെയിം തന്നെയാണ് കാര്യങ്ങളെല്ലാം. പിന്നെ ഈ ഒരു സംഭവം മറ്റേന് ഗ്ലോസ് ബ്ലാക്ക് വരും കേട്ടോ. അതാണ് ആകെയുള്ള വ്യത്യാസത. ഇതാണ് ഇതിൻ്റെ മിറർ. ഇതിൻ്റെ എൻജിൻ നമുക്ക് ആ ഒരു ഗോൾഡ് ഫിനിഷ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 6ൻ്റെ വരുമ്പോൾ അത് ഫുൾ ബ്ലാക്കാണ്. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിമാണ്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ മൊത്തം സെയിമാണ്. അതായത് ഈ ഒരു ഏരിയ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ഫ്രെയിം സ്ലൈഡറൊക്കെ കൊടുത്ത് റേഡിയേറ്റർ കാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി ഒരു ലുക്കാവും. പിന്നെ ബ്രേക്സ് ഇപ്പോൾ ഫ്രണ്ട് ലിവർ വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്, ക്ലച്ച് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഓവറോൾ ലുക്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല, ഉടനെ തന്നെ ആവും. അപ്പോൾ ഈ വണ്ടി ബുക്കിങ്ങിനും എൻക്വയറിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതല്ല ഈ വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വണ്ടി കിട്ടുന്നതുവരെയും ടിൽ ദെൻ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.